ആ, ഏതായാലും ചത്ത് തലയ്ക്ക് മുകളിലായി. അന്ന് ഞാൻ എത്തി നോക്കാൻ പേടിച്ച തോട്ടം ഇന്ന് എനിക്ക് സ്വന്തമായി. അതാ മോളെ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ആരുടെ സ്വന്തമായെന്ന് അമ്മാവൻ പറഞ്ഞേ? അമ്മാവൻ്റെയോ ആ അതോ അമ്മായിയുടെയോ? ആ, രണ്ടും ഒന്നല്ലേടേ. ഇവളെന്റെ ഭാര്യയല്ലേ? ഭാര്യയാണ്. ഭാര്യ അമ്മാവൻ്റെതാണെങ്കിലും തോട്ടം അമ്മായിയുടേതാണല്ലോ. അമ്മായിക്കാണെങ്കിൽ ഈ തോട്ടം കിട്ടിയത് പിന്നെ വല്ലാത്തൊരു മാറ്റമുണ്ട്. സുനിലെ, നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. അല്ല, ഞാൻ റിട്ടയർഡ് ചെയ്തല്ലോ. ഇനിയിപ്പോ രാവിലെ ഇവിടെ ഒന്ന് തോട്ടമൊക്കെ നോക്കാൻ എനിക്ക് നല്ല സൗകര്യമായി. ദേ, ഞാനൊരു കാര്യം പറയാം. എന്റെ തോട്ടം ഞാൻ നോക്കിക്കോളാം. അതിനെനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. ഈ തോട്ടം ഞങ്ങളുടെ കുടുംബസ്വത്താ. എന്റെ ജാതകത്തിലുണ്ട് ഞാനൊരു ബിസിനസ്സുകാരിയാവുമെന്ന്. ഇപ്പോഴാ അതിന് സമയം എത്തിയത്. അതെന്ത് വർത്തമാനല്ലേ ലളിത ഈ പറയുന്നത്? ആ, ഇതാണ് അർഹിക്കാത്ത പണം കയ്യിൽ വന്നു ചേരുമ്പോഴുള്ള വർത്താനം. അമ്മായി ഇപ്പൊ അങ്ങ് കൊമ്പത്താ. ഭർത്താവിനെയും പരിചയമില്ല, മകളെയും പരിചയമില്ല. അണ്ട കാണാത്തവൻ അണ്ട കണ്ടപ്പോ അണ്ട കണ്ടയൊക്കെ ദേവലോകം. മിണ്ടാതിരിക്കടാ. ഒരന്തസ്സില്ലല്ലോടി കോമള നിന്റെ ഭർത്താവിന്. ചോ, നാണക്കേട്. ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞ വല്ല പണിക്കാരും കേൾക്കുന്നെങ്കിലും വിചാരിക്കണ്ടേ? അതെ, ഇന്ന് വന്നു, തോട്ടം കണ്ടു, മതി. ഇനി മുതൽ ആരും ഇങ്ങോട്ട് കെട്ടിക്കയറണ്ട. ഇവിടുത്തെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം. തോട്ടം എന്റേതാണെങ്കിൽ അത് നോക്കി നടത്താനും ഞാൻ മതി. അമ്മായിക്ക് തോട്ടം നോക്കി നടത്താൻ അറിയാവോ? ഒട്ടുപാലും ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? വേണ്ട, ഇതിന്റെ ടാപ്പിംഗ്, വളപ്രയോഗം, ഇതിന്റെ കീടനാശിനി പ്രയോഗം, ഇത് വല്ലതും അറിയാവോ? അമ്മായി അവനവന് പറഞ്ഞിട്ടുള്ളതേ ചെയ്യാവൂ. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്റെ അഭിപ്രായം ആവശ്യമില്ലാന്ന്. അടുത്ത കാലത്താണല്ലോ എൻ്റെ അഭിപ്രായത്തിന് അമ്മായിക്ക് യാതൊരു വിലയില്ലാതായി പോയത്. കാര്യം നടക്കുന്നവരെ എൻ്റെ അഭിപ്രായത്തിന് നല്ല വിലയായിരുന്നു. ഈ സ്വത്ത് നമ്മുടെ കയ്യിൽ വന്നു ചേരാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടു. എത്ര തരം താണു. പലപ്പോഴും വട്ടുപിടിച്ചവനെ പോലെ പെരുമാറി. അതൊക്കെ ഭാഗം കൈ കിട്ടിയപ്പോൾ അമ്മായി അങ്ങ് മറന്നു. സുനില് പറഞ്ഞേ ശരിയാ. അമ്മയ്ക്കിപ്പം പൈസ പൈസ എന്നൊരു വിചാരമേ ഉള്ളൂ. അമ്മയുടെ വിചാരം ഈ തോട്ടം മാത്രം മതി, മകളും ഭർത്താവും ഒന്നും വേണ്ടെന്നാ. അതേടി, എനിക്ക് വേണ്ട. എനിക്ക് തോട്ടം മാത്രം മതി. ഭർത്താവും മോളും മരുമോനും ഒക്കെ ഉണ്ടായിട്ട് ഇത്രയും കാലത്തിനിടയിൽ എന്ത് നേട്ടം ഉണ്ടായി എനിക്ക്? ഒരു നല്ല സാരി വാങ്ങിക്കാൻ പ്രയോജനം ഉണ്ടായിട്ടില്ല. ഞാൻ റിട്ടയർഡ് ചെയ്ത കാശിന് സാരിയും സ്വർണം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നീ അല്ലേ പറഞ്ഞ് ആ കാശെടുത്ത് നമുക്ക് റീപ്ലാന്റിങ് നടത്താവുന്നു? അത് ശരി, അച്ഛനും കാശുള്ളവരോടാണ് താല്പര്യം. അല്ല, റിട്ടയർ ചെയ്യുമ്പോ പൈസ എനിക്ക് തരാമെന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്? നിനക്ക് തന്നാലേ നീയും നിന്റെ കെട്ടിയോനും കൂടി അതെടുത്ത് പുളിശ്ശേരി വെക്കും. ഇതൊരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. ഇന്ന് നല്ല 10 തൈ വച്ച 3 കൊല്ലം കഴിഞ്ഞ കാശെത്രയാ? അതെ അതെ, ആപത്ത് കാലത്ത് തൈപത്ത് വെച്ചാ സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നാം. പദ്യം തലതിരിച്ച അമ്മാവ. തലതിരിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്ന. അങ്ങനെയാണോ? ഏതായാലും അമ്മാവന്റെ ആപത്ത് കാലത്ത് തൈപത്ത് വെച്ചോ. സമ്പത്ത് കാലമാകുമ്പോ വെട്ടി വെട്ടി പാലെടുക്കാം. കോമളം, നീ വാ. എനിക്ക് ഈ വക വർത്താനം കേട്ടാ ചൊറിഞ്ഞു വരും. ചൊറിയുന്നുണ്ടെങ്കിലേ വല്ല വൈദ്യരെയും കണ്ട് മരുന്ന് വാങ്ങിക്കടാ. വരട്ട് ചൊറിയായിരിക്കും. ചില ചൊറിക്ക് മരുന്നില്ല. അമ്മായിയുടെ ചൊറി മനസ്സിനകത്താ. നിന്റെ ചൊറിക്ക് മരുന്ന് ഏതായാലും കാണത്തില്ല. അതെ, കണ്ണുകടി മൂലമുള്ള ചൊറിയാ. നാണം കെട്ടവൻ. ഭാര്യ വീട്ടിൽ ഇത്രയും കാലം ഉണ്ട് താമസിച്ചിട്ട് ഇപ്പൊ അഹമ്മതി കാണിക്കുന്നു. ഞാൻ അഹമ്മതി കാണിച്ചതൊക്കെ അമ്മായിക്ക് വേണ്ടിയാ. എന്റെ ചൊറിക്ക് മരുന്നുണ്ട്. നിങ്ങളുടെ ചൊറി പൈസ കണ്ട് കണ്ണ് മഞ്ഞളിച്ചത് മൂലം ഉണ്ടായ ചൊറിയാ. സൂക്ഷിക്കണം, അല്ലെങ്കിലേ മൂത്ത തലയ്ക്ക് വട്ടുപിടിക്കും. കോമളം, ഇവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? കോമളം, ഇത് സൂക്കേട് ഒരുപാട് കൂടിപ്പോയി. ചങ്ങലക്കിടേണ്ടി വരും. ഞങ്ങള് പോയേക്കാം. അമ്മയുടെ ഒരു തോട്ടവും. മേലിൽ ഞാൻ ഈ മണ്ണി കാലു കുത്തത്തില്ല. സുല്ലേ വാ. അങ്ങനെ പോവാതെ. ചത്താ കൊള്ളിവെക്കാൻ ഞങ്ങളേ ഉള്ളൂ. അതിപ്പോ അമ്മ ഓർക്കുന്നില്ല. ഇങ്ങോട്ട് പോ. ഇത്രയും കടുപ്പിച്ച് പറയണ്ടായിരുന്നു. എന്നാലും അവനെന്റെ വകയിലൊരു അനന്തരവനാ. എന്നാ കൂടെ നിങ്ങളും പോയിക്കോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്തുവാ? അതല്ല. നമുക്ക് തോട്ടം കാണാം. വാ. ഞാൻ അനാഥനൊന്നുമല്ല.
എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീടുമുണ്ട്. നിന്നെ ഓർത്ത് മാത്രമാണ് കോമള ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അവരുടെ മോളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയനെ. ഇങ്ങോട്ട് നോക്കി, ഞാൻ അത്ര പോക്കില്ലാത്തവനായി പോയതുകൊണ്ടാണ് പോവാത്തതെന്ന് നീ നിന്റെ അമ്മയും വിചാരിക്കരുത്. അത്യാവശ്യം എനിക്ക് എൻ്റെതായ വരുമാന മാർഗമുണ്ട്. കുറച്ച് കാശ് ഒന്നിച്ച് കിട്ടിയാൽ അസലായിട്ട് പണം ഉണ്ടാക്കാമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ആ, എൻ്റെ ദിവസം വരും. അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മ ഇങ്ങനെ മാറിപ്പോന്ന് ആര് വിചാരിച്ചു? എന്തൊരു മാറ്റാ! അമ്മയ്ക്ക് ആരാണ്ട് കൈവശം കൊടുത്തതാ. പിന്നെ കൈവശം എടി, ഇതിന്റെ പേര് അഹങ്കാരം, അത്യാർത്ഥിന്നുവാ. എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മ പൈസ കയറി തലയ്ക്ക് മത്ത് പിടിച്ച് നിന്റെ അച്ഛനെയും കളഞ്ഞ് വേറെ വല്ല പൈസക്കാരനെയും പുറകെ പോകുന്ന. അല്ല, അതൊന്നും നടക്കും. നിന്റെ അമ്മയാണ് അങ്ങനെ പോകുന്നത്. കുടുംബത്തിൽ പറഞ്ഞവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, മരുമോനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. മരുമകനാണെന്ന് ഞാനും ഓർക്കത്തില്ല. കോമളം, ദേ എന്റെ കൺട്രോൾ പോന്നേ. സാരമില്ല സുനിൽ, ഇതൊന്നും സുനിൽ കേട്ടതായി ഭാവിക്കണ്ട. ഞാൻ കൊടുത്തോളാം മറുപടി. അമ്മേ, മേലിൽ ഇങ്ങനെയുള്ള വർത്താനം ഇവിടെ പറഞ്ഞേക്കരുത്. പിന്നെ രാത്രി സമയത്ത് ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന മുറിയിൽ ഇങ്ങനെ കയറി വരികയും ചെയ്യരുത്. ഞാൻ പറയൂടി, ഞാനല്ലാതെ വേറെ ആർക്കാ ഇവിടെ പറയാൻ അവകാശം? എന്റെ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാ ഈ വീട് കഴിയുന്നത്. കേട്ടാ തോന്നും അമ്മ തന്നെ സമ്പാദിച്ചുണ്ടാക്കിയ തോട്ടമാണെന്ന്. അമ്മാവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് ആ പാണ്ടിത്തള്ളയെ സോപ്പിട്ട് എഴുതി വാങ്ങിച്ചതല്ലേ? അതെ, അവരത് തന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അന്നേരം അമ്മയ്ക്ക് സുനിലിനെ ഇഷ്ടമായിരുന്നു, കോമളത്തിന് ഇഷ്ടമായിരുന്നു. എനിക്ക് അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. നീ എന്റെ മോളായിട്ട് വല്ല പ്രയോജനമുണ്ടോ നിന്നെ കൊണ്ട്? ഇന്നിപ്പോ എന്റെ തോട്ടമുണ്ട്. എനിക്ക് എന്റെ തോട്ടത്തെക്കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ കയറാൻ ആര് വന്നാലും ഞാൻ സമ്മതിച്ച് തരത്തില്ല. നോക്കിക്കോ, പഴയ മരങ്ങളൊക്കെ വെട്ടിവിറ്റ് ഞാൻ നല്ല അത്യുൽപാദന ശേഷിയുള്ള തൈകൾ പ്ലാന്റ് ചെയ്യും. എന്റെ മരങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും. 3-4 കൊല്ലം കഴിയുമ്പോ ആ മരങ്ങളൊക്കെ പാല് പോലുള്ള കറയൊഴുക്കും. അത് കറയല്ലടി, കാശാ, വെളുത്ത കാശ്. കോമളം, നീ അവരോട് പറ, ഈ വക കാര്യങ്ങളൊക്കെ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യാൻ. ഈ മരങ്ങൾ വെട്ടിവെക്കുന്നത് ബുദ്ധിമോശമാ. നിന്നോട് ചോദിച്ചില്ല. എന്റെ തോട്ടം നോക്കി നടത്താൻ എനിക്കറിയാം. അവനെന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. കഷ്ടം. കുറച്ചിങ്ങനെ നീ നോക്കിക്കോ കോമളം, ഞാനൊരു ദിവസം ഇവർക്ക് കാണിച്ചു കൊടുക്കും. എന്റെ ഷെയറിന്റെ വില കയറിപ്പോയാലുണ്ടല്ലോ, അന്നേരം കാണിച്ചു കൊടുക്കാൻ സുനിൽ ആരാണെന്ന്. വഴിയെ പോയ വയ്യാവലി എടുത്ത് തലയെ വെച്ചതുപോലെയായി ഇവരുടെ കാര്യം. ഈ സ്വത്തൊക്കെ ഇവർക്ക് കിട്ടിയതാ കുഴപ്പമായത്. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് വല്യമ്മാവനാ ദ്രോഹിയെന്നാ. അങ്ങേര് ചാവുമ്പോ എല്ലാം കിട്ടുമെന്നാ വിചാരിച്ചത്. വേണ്ടേ, പിടിച്ചതിനേക്കാൾ വലുതാ മാളത്തിലെന്ന മട്ടായി. വല്യമ്മാവൻ പോയപ്പോ നിന്റെ അമ്മയുടെ തനി നിറം കണ്ടല്ലോ. വല്യമ്മാവൻ വെറും ദ്രോഹി, നിന്റെ അമ്മയാ സാമദ്രോഹി. ഇങ്ങോട്ടാ. എത്രയും വേഗം കടകളൊന്ന് നന്നാക്കി തരണം, അത് പറയാനാ ഞങ്ങൾ വന്നത്. കഴിഞ്ഞ വർഷം മുതൽ കരുണാകരൻ മുതലാളിയോട് പറയുന്നതാ, അങ്ങേർക്ക് പക്ഷേ വാടക പിരിക്കാനേ താല്പര്യമുള്ളൂ. ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു തരാമെന്ന് പറയുകയുള്ളൂ, ഒന്നും ചെയ്യത്തില്ല. എനിക്കിതൊന്നും പരിചയമില്ല. അമ്മ മിണ്ടാതിരിക്കെ. പരിചയമില്ലെന്നൊക്കെ ഇവരോട് പറഞ്ഞ എന്തിനാ? പരിചയമില്ലെങ്കിൽ ഉണ്ടാക്കണം. 6 മുറിക്കടയും ചോരുന്നുണ്ടോ? അതോ ചേട്ടന്റെ കട മാത്രമേ ചോരുന്നുള്ളോ? എൻ്റെ കടയിലെ ചോർച്ച കൂടുതൽ. അത് മുകളിലെ കോൺക്രീറ്റിങ്ങിൻ്റെ കുഴപ്പമോ. കുറച്ച് സിമെൻറ്റും കൂടി തേച്ച് അവിടെ വന്ന് ബലപ്പിക്കണം. പിന്നെ വലിയ ചൂടാ മോളെ കടയ്ക്കകത്ത്. മോളിലൊരു റൂഫ് കിട്ടുന്ന കാര്യം ഞങ്ങൾ എത്ര കാലമായിട്ട് പറയുന്നതാ. അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ വാടകയൊന്ന് കൂട്ടിത്തരണം. ഈ പൈസയ്ക്ക് മുതലാകാഞ്ഞിട്ടാ. ഇതിപ്പോ ഈ പ്രദേശത്ത് കിട്ടുന്ന ഏറ്റവും കൂടിയ വാടക. എന്നാ പിന്നെ 1 ലക്ഷം അഡ്വാൻസ് തന്നാലും മതി. 6 പേരുടെ അഡ്വാൻസ് കിട്ടിയാ കടയൊക്കെ ഡീസൻ്റ് ആയിട്ട് പുതുക്കി പണിയാം. അതല്ലാതെ നിവർത്തിയില്ല ചേട്ടാ. ഇനിയിപ്പോ ചേട്ടനവിടെ കട നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാറിക്കോ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതെന്താ വർത്താനമാ കൊച്ചെ പറയുന്നത്? ഞങ്ങളിവിടെ കടയിട്ടിട്ട് വർഷം 8-10ആയി. എനിക്ക് വയ്യ. ചേട്ടന് കട വിട്ടുപോവാനും വയ്യ, വാടക കൂട്ടിത്തരാനും വയ്യ. ഇതെവിടുത്തെ ന്യായമാ? ഞങ്ങൾ ഇതുവരെ മാന്യമായിട്ടാ പെരുമാറിയത്, അറിയാമോ? ഇവിടെ ഓരോരുത്തർ കട നടത്തുന്നത് എങ്ങനെയാണ്? ഇറക്കി വിടാൻ പഠിച്ച പണി 18 നോക്കിയാലും നടക്കത്തില്ല, അറിയാമോ? വച്ചേ
ഏതായാലും എല്ലാവരും കടം നടത്തുന്നത് പോലെ ഞങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഒഴിഞ്ഞു തരത്തിലൊന്ന് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ വെറുതെയാ. കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുടെ അമ്മായി ഇങ്ങി വന്നാലുണ്ടല്ലോ, കരുണാകരൻ മുതലാളിയുടെ ഭാര്യ, പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല, അത് ഓർത്തോ. അതിനിപ്പം നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, അതല്ലേ ചേട്ടാ പറഞ്ഞത്. എന്ത് പണി വേണമെങ്കിലും നടത്താം, ചെലവിനുള്ള കാശിങ്ങി തന്നാ മതി. എന്നിട്ട് വാടകയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. കട നന്നായിട്ട് കിടന്ന നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഗുണമല്ലേ. കർത്താവേ, പിശുക്കരിൽ പിശുക്കരായിരുന്നു കരുണാകര മുതലാളി. ഇതിപ്പോ ഈ കൊച്ച അങ്ങേരെയും തോൽപ്പിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. കൊള്ളാം കൊള്ളാം. വാ ചേട്ടാ, നമുക്കിറങ്ങാം. കഴിഞ്ഞ വർഷവും പോയി 10 ലക്ഷം. വെറുതെ പുള്ളു അടിക്കാടോ. ചാരായ ഷാപ്പ് പൂട്ടിയതോടെ ഞാൻ വെള്ളത്തിലായി. ഞാൻ 10 പൈസ ഉണ്ടാക്കിയത് ചാരായത്തീന്നാ. കള്ളും സ്പിരിറ്റ് ചേർത്തല്ലേ വിൽക്കുന്നത്. ചുമ്മാ ഇരിയളിയാ. മദ്യപാനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിനാ. പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? ഓ, വലിയ നഷ്ടമാണെന്നേ. പിന്നെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങി വെച്ച തൊഴിലാണല്ലോ എന്ന് കണ്ടാ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. രാജഗോപാലിനെ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഇത്രയും കാലമായിട്ടും കൊണ്ട് നടക്കുന്നല്ലോ. അതിപ്പോ ഏത് ബിസിനസ്സാ കുര്യാക്കോസെ നഷ്ടമല്ലാത്തത്? നമ്മൾ മനസ്സ് വെച്ചാൽ ലാഭവും നഷ്ടമാകും, നഷ്ടം ലാഭവുമാകും. അല്ലയോ? ആ വരുന്ന കൊച്ചനേതാ? കണ്ടിട്ടില്ലല്ലോ മുമ്പ്. ആ പ്രസാദോ? അവനപ്പ അന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടായിരുന്നില്ലേ? ആരാന്നാ പറഞ്ഞത്? അയ്യോ, കുര്യാക്കോസിന് മനസ്സിലായിട്ടില്ലല്ലയോ? എന്റെ മരുമകനാ പ്രസാദ്. ഓ, എന്റെ ആകെയുള്ള ഒരു മോള് പ്രഭയെ കെട്ടിച്ചു കൊടുത്തത് ഇവനാ. ഇത്തവണ റേഞ്ച് പിടിക്കാൻ കൂടട്ടെയോ എന്ന് ചോദിച്ചു. കൂടിക്കൊള്ളാൻ ഞാനും പറഞ്ഞു. പിള്ളേര് ഓരോന്നായിട്ട് പഠിക്കട്ടേന്നേ. അങ്ങനെ വേണം. മക്കളെയും മരുമക്കളെയും ബിസിനസ്സിൽ കൂടെ നിർത്തണം. ഹലോ, പരിചയപ്പെട്ടില്ലല്ലോ. രാജഗോപാല് പറഞ്ഞപ്പോഴേ ആളെ മനസ്സിലായത്. രാജഗോപാലിന്റെ മരുമകനല്ലയോ? ഞാൻ പ്രസാദ് കർണാലയം. ആ, കർണാലയത്തിലെ മരിച്ചുപോയ കർണാലയം മുതലാളിയുടെ അനന്തരവൻ എന്ന് വെച്ചാൽ ഒരേ ഒരു അനന്തരവൻ. ആ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുര്യാക്കോസ് കുമ്പളപ്പുഴ. ഒരു ചെറിയ അബ്കാരിയാണേ. ഓ, നിങ്ങളുടെ അമ്മായിയപ്പനെ പോലെ ആകത്തില്ല. മോനെ, നീ വരുന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു. കുര്യാക്കോസേ, നോക്കിക്കോ, ഞങ്ങൾ അച്ഛനും മകനും കൂടി ഒരു കലക്കും. ആ, ഒരുമിച്ചല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. നിങ്ങൾ വർഷങ്ങളായി കയ്യിൽ വെച്ചിരിക്കുന്ന റേഞ്ചിന് ഞാനും കൊടുത്തിട്ടുണ്ട് ടെൻഡർ. ആർക്ക് കിട്ടുമെന്ന് നോക്കാം. അച്ഛനും മകനും വേറെ വേറെ അല്ല, ഒരുമിച്ച്. റേഞ്ച് ഞാൻ പിടിച്ചു തരാം, നീ നോക്കി നടത്തിക്കോ. വാ വാ മോനെ. വാ, നെ. പിടിക്കണ്ട, വരാം വരാം. നടക്ക. ദേ, ആരുടെ അച്ഛൻ? എന്റെ ഭാര്യയായിരുന്ന പ്രഭയുടെ അച്ഛൻ. അച്ഛനെന്ന് വിളിക്കുന്നത് നിങ്ങൾ പതുക്കെ, മുഖത്ത് നോക്കി പതുക്കെ. പറഞ്ഞിട്ടില്ലേ? അത് മറന്നുപോയോ? അതൊക്കെ ഈ നേരത്തെ ആളുകളുടെ മുമ്പിൽ വെച്ചാണോ പറയേണ്ടത്? നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തന്നെ തീർക്കാവുന്നല്ലേ ഉള്ളൂ. കുടുംബം? ഏത് കുടുംബം? എന്ത് കുടുംബം? എന്റെ വീട്ടിൽ കയറി വന്ന് നിങ്ങളുടെ മോള് പറഞ്ഞത് ഓർമ്മയില്ലേ? അവളുടെ പട്ടിക്ക് പോലും എന്റെ കൂടെ ജീവിക്കണ്ടാണ്. എന്റെ പട്ടിക്ക് പോലും അവളുടെ കൂടെ താമസിക്കാനും താല്പര്യമില്ലാന്ന് പറഞ്ഞേക്കേ. പിന്നൊരു കാര്യം, പഴയ മോനും മരുമോനൊക്കെ പണ്ടേ മരിച്ചുപോയി. മേലിൽ ആ ബന്ധവും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ വന്നേക്കരുത്. അന്ന് നിങ്ങൾ ബിഗായിരുന്നു. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇപ്പം ഞാൻ ബിഗാണ്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. എനിക്ക് എക്സൈസ് കമ്മീഷണർ ഒന്ന് കാണണം. അദ്ദേഹം പേഴ്സണലായിട്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. കേട്ടോ, രാജഗോപാലൻ മുതലാളി. എന്ത് പറ്റി രാജഗോപാലെ? ഓ, പിള്ളേരുടെ ഓരോ കാര്യേ. അവന് വലിയ പരിഭവം. ഞാൻ അവനെ വിളിച്ചിട്ടല്ല ഇങ്ങോട്ട് പോകുന്നതെന്ന്. കൊച്ചു പിള്ളേരുടെ സ്വഭാവ. ഒരേ കാറിൽ വരാത്തതിന് ദേഷ്യ. ആ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അമ്മായി അച്ഛനും മരുമകനും തമ്മിൽ തെറ്റിയ മട്ട. ചിലപ്പോ രാജഗോപാൽ കുഴയും. സംശയം എന്താ? എന്താച്ചാ മുഖത്തൊരു വല്ലായ്മ? പനിയുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ ഒരു വാട്ടം പോലെ? അച്ഛൻ വെയിലുണ്ടോ? അവൻ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ആര്? പ്രസാദ്. അവൻ എൻ്റെ റേഞ്ച് പിടിച്ചു. കഴിഞ്ഞ 15 വർഷം ഞാൻ ആർക്കും വിട്ടുകൊടുക്കാതെ കൈവശം വെച്ചിരുന്നതാ. മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ഷാപ്പ് നടത്താൻ അവൻ ജീവനോടെ ഇരിക്കുമായിരുന്നില്ല. വാശിക്ക് വെല്ലുവിളിച്ചതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൻ ഇത്രയും വാശിയുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്നെ കടത്തി വെട്ടി അവൻ റേഞ്ച് പിടിച്ചു. അത്രയും കാശുണ്ട് അവൻ്റെ കയ്യിൽ. അത്രയും ബിസിനസ്സിലിറക്കാൻ കാശുണ്ടെങ്കിൽ അവൻ്റെ വരുമാനം എത്രയായിരിക്കും? എൻ്റെ മോളെ, നിനക്ക് അബദ്ധം പറ്റിയല്ലോടി. അവനെ പിണക്കരുതായിരുന്നു. ഞാനല്ലല്ലോ പിണക്കിയത്. പാങ്ങില്ലാത്തവൻ തെണ്ടി എന്നൊക്കെയല്ലേ അച്ഛൻ എന്റെ ഭർത്താവിനെ വിളിച്ചിരുന്നത്. പിന്നെ ഏതായാലും പിണങ്ങി. ഇനി അങ്ങനെ ഒരാൾ ഇല്ലെന്ന് തന്നെ വിചാരിച്ചാ മതി. എനിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ജീവിതം ഒരുപാട് കണ്ടവനാ. നിന്റെ മുഖത്തു വന്നു കയറിയ മഹാലക്ഷ്മിയെ അടിച്ചു പുറത്താക്കിയെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. ആ റേഞ്ച് നമുക്ക് നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടം തന്നെയാവും. ഇങ്ങനെയൊരു തിരിച്ചടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബിസിനസ് അല്ലേ അച്ഛാ, ലാഭവും നഷ്ടവും വരും. ഇങ്ങനെ വാടിപ്പോയാലോ? വാട്ടം അതിൻ്റെ മാത്രമല്ല, അവൻ എത്ര മോശമായിട്ടാണ് എന്നോട് പെരുമാറിയതെന്നറിയോ? നീ പറഞ്ഞ വാക്കുകൾ അവനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നിന്റെ പട്ടി പോലും അവൻ്റെ കൂടെ പോകത്തില്ലെന്ന് പറഞ്ഞത്. ഞാൻ അവനോട് സ്നേഹമായിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന്. അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒന്നിച്ചു നിൽക്കാൻ അവൻ്റെ പട്ടി അയക്കാമെന്ന്. അത്രയ്ക്ക് അഹങ്കാരമായോ അയാൾക്ക്? ആ വീട്ടിൽ ഞാൻ ചെന്ന് കയറുമ്പോ അവരുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് അച്ഛനറിയാലോ. 1 കിലോ അരി വാങ്ങിക്കാൻ കരുണാലയത്തിലോട്ട് ഓടും. അവിടെ ചെന്ന് കരുണാകരൻ മുതലാളിയുടെ മുമ്പിൽ കയ്യും നീട്ടി നിൽക്കും. അതിനേക്കാൾ ഭേദം അമ്പലത്തിന്റെ നടയിൽ ഒരു തോർത്തം വിരിച്ചിരിക്കുന്നതായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ പ്രസാദനോട് പറഞ്ഞിട്ടുണ്ട്. നാണം ഇല്ലാതെ ഇവര് 3 പേര് അങ്ങേരുടെ മുമ്പിൽ നിൽക്കുന്ന നിൽപ്പ് കാണണം. കൊടിച്ചിപ്പട്ടികൾ വാലും താഴ്ത്തി നിൽക്കുന്നത് പോലെ. കേട്ടാൽ ഓടിപ്പോയി കുളിക്കാൻ തോന്നുന്ന വർത്തമാനം കുറെ പറഞ്ഞിട്ടേ കരുണാകരൻ മുതലാളി കാശ് കൊടുക്കൂ. ആ നക്കാപ്പിച്ചയും വാങ്ങിച്ചോണ്ട് വന്നാ ഇവര് 3 പേരും ജീവിച്ചത്. അച്ഛൻ എനിക്ക് തന്ന സ്ത്രീധന പൈസ എടുത്താ ഞാൻ അവരുടെ ചെലവ് നടത്തിയത്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ? ഓ, ഞാൻ ചെന്നത് മുതൽ അവർക്ക് കഷ്ടപ്പാടായിരുന്നു. പുത്തമ്പടത്തിന്റെ വലിപ്പം. പോട്ടടി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന എന്തിനാ? അത് നിന്റെ ദേഹത്തെങ്ങാനും തളച്ചിരിപ്പുണ്ടോ? മോളെ, ചിലതൊന്നും നമ്മൾ കേട്ടതായിട്ട് ഭാവിക്കരുത്. പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ളവർ വല്ലതും പറഞ്ഞാൽ അതങ്ങ് പോട്ടെന്ന് വെച്ചേക്കണം. തിരിച്ചു പറയാൻ നമുക്കും അവസരം വരും. അന്ന് കണക്ക് തീർത്ത് അങ്ങ് കൊടുത്തേക്കണം. പ്രസാദ് ഇന്ന് അതാ ചെയ്തത്. എനിക്ക് കണക്ക് തീർത്തിങ്ങ് തന്നു.